ഉണ്ണിയമ്മേ കുമ്പടി വന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു കിട്ടും. നിങ്ങൾ എന്താണെന്ന് വിളിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. ടെൻഷൻ ആവണ്ട, നിങ്ങൾക്ക് BP കൂടണ്ട, നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ആൾ RSSന്റെ പശ്ചാത്തലമുള്ള, RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള, RSSുമായി RSSന്റെ ഇപ്പോഴത്തെയും പാലക്കാട് ഏറ്റവും ശക്തി കേന്ദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു നേതാവാണ്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. യുവമോർച്ച ജില്ലാധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ അദ്ദേഹം വരുന്നത് ആ താല്പര്യങ്ങളും ആ മാനദണ്ഡവും വെച്ചാണെന്ന് പറയുന്നു. അങ്ങ് തന്നെ പറഞ്ഞു ഇപ്പം സുരേന്ദ്രൻ പുറത്തേക്ക് പോകുന്ന ഒരു നേതാവാണ് എന്ന്. അതേപോലെ തന്നെയാണ് സി കൃഷ്ണകുമാർ. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് സി കൃഷ്ണകുമാറിന്റെ പേര് പറഞ്ഞാൽ പോലും വലിയ പ്രതിസന്ധിയും പ്രതിഷേധവും അവിടെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോ ഒരു പിൻഗാമിയെ ഉറപ്പിക്കുക, അവിടെ അധികാരം കയ്യിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സ്വാർത്ഥ താല്പര്യം ഈ തീരുമാനങ്ങൾക്ക് പിന്നിലുണ്ടോ? അത് ഞാൻ അതിന്റെയൊക്കെ ഞാൻ പറയാം. ഒരു വാദ്യം എന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം ഇവിടെ പറഞ്ഞു ഒരു പുസ്തക കച്ചവടക്കാരനെ വിമർശിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹം ഞാൻ ചെയ്യുന്ന എന്റെ തൊഴിലിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നു, അന്തസ്സായിട്ട് പണിയെടുത്താണ് മിസ്റ്റർ ഇരിക്കുന്നത് എന്ന് വെച്ച് അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. അന്തസ്സായിട്ട് പണിയെടുത്ത് ഒരു പ്രസാധകൻ എന്നുള്ള നിലയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഞാൻ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പണിയെടുത്ത് ജീവിക്കുന്ന, നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക്, പണിയെടുത്ത് ജീവിക്കുന്നവരെ കാണുമ്പോൾ തോന്നുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് വന്നത്. അതിനെ ഞാൻ അത് അർഹിക്കുന്ന ആ ഒരു പരിഗണനയെ അതിന് കൊടുക്കുന്നു. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പിന്നെ വേറൊന്ന് അദ്ദേഹം പറഞ്ഞ, എനിക്ക് ഈ പറഞ്ഞ വ്യക്തിക്ക് BJPയെ അറിയില്ല, അല്ലെങ്കിൽ ഇതിന്റെ സിസ്റ്റംസിനെ അറിയില്ല. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, അദ്ദേഹം വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ജനാധിപത്യം പാർട്ടിയിലെ ജനാധിപത്യ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞല്ലോ. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ കസേരയോടെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ മദാമ്മയെ പ്രതിഷ്ഠിച്ച ഒരു പാർട്ടിയാണിത്. സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? കേസരിയെ എങ്ങനെയാണ് ഉപയോഗിക്കരുത്. അല്ലെന്താ മോശമാണോ, അശ്ലീലമാണോ? ഒന്നുമല്ലല്ലോ. എന്താ അശ്ലീലമാണോ അത്? എന്താ അത് നിരോധിക്കപ്പെട്ട വാക്കാണോ? നിരോധിക്കപ്പെട്ട വാക്ക് എന്നുള്ളതല്ല, അത് അങ്ങ് വളരെ ബഹുമാനത്തോടെ ഉപയോഗിച്ചൊരു വാക്കാണോ? അൺപാർലമെന്ററി ഒന്നും അല്ലല്ലോ. ബഹുമാനത്തോടെ ഉപയോഗിച്ച വാക്കാണോ? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. സീതാറാം കേസരി എന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ പ്രസാധകന്റെ തനിതരം ഒരാക്സിഡന്റ് കേസിനുള്ള യോഗ കൊത്തു വന്നിട്ടുണ്ട്. പ്രസാധകൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവാരം പോലെ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ വായന്ന് പുറത്തു വരുന്ന വാക്കുകൾ. ആയിക്കോട്ടെ, ആ പ്രസാധകൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവാരം പോലെ ഇരിക്കുന്ന പുറത്തു വരുന്ന വാക്കുകൾ. ഒരു പ്രസാധകനാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉന്നതമായ നിലവാരം പുറത്തു വിശ്വസിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ വായന പുറത്തേക്ക് വമിക്കുന്ന വിഷവും വാക്കുകളൊക്കെ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. വാക്കുകൾ കേട്ടല്ലോ. ഇതാണ് അദ്ദേഹത്തിന്റെ നിലവാരം എന്ന് പറയുന്നത്. പിന്നെ കുരുക്ഷേത്ര പ്രകാശനം അദ്ദേഹം എങ്ങനെ പുറത്തായിന്നൊന്നും എന്നോട് പറയിപ്പിക്കണ്ട. RSS എങ്ങനെ അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കി, കുരുക്ഷേത്ര പ്രകാശനം അടിച്ചു ആഞ്ജനേയ സ്വാമി പുറത്താക്കി ഇപ്പൊ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കിയ സാഹചര്യം കുരുക്ഷേത്ര പ്രകാശനെ എങ്ങനെ പുറത്താക്കി RSS എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. അദ്ദേഹം ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അന്ന് RSSനെതിരെ വിമർശിക്കുന്ന ആളാണല്ലോ. അന്ന് അദ്ദേഹം RSS നേതാക്കളെ കുലഭ്യം പറഞ്ഞു നടന്നിരുന്ന ആളാണല്ലോ. കുരുക്ഷേത്ര പ്രകാശനം അങ്ങേ അടിച്ചു പുറത്താക്കിയപ്പോ അങ്ങ് RSS നേതാക്കളെ കുലഭ്യം പറഞ്ഞ് നടന്നിരുന്ന ആളാണല്ലോ. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങയുടെ ചരിത്രം എന്നോട് പറയിപ്പിക്കണ്ട, അങ്ങയുടെ ചരിത്രം എന്നോട് പറയിപ്പിക്കണ്ട. അങ്ങ് വ്യക്തിപരമായി ആക്ഷേപിച്ചത് കൊണ്ടാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എനിക്ക് അങ്ങയോട് യാതൊരു എതിർപ്പില്ല. കാരണം അങ്ങയുടെ പണിയെടുപ്പ് എന്താ നന്നായിട്ട് നമുക്കറിയാം. അങ്ങയുടെ പണി എന്താ നന്നായിട്ട് അറിയാം. അങ്ങയുടെ പണി എന്താണ് നന്നായിട്ട് RSS മനസ്സിലായതുകൊണ്ടാണ് നമ്മളെ പുറത്താക്കിയത്. ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. നിങ്ങളിപ്പോ വലിയ RSS നടക്കുന്നുണ്ടല്ലോ. നിങ്ങളെ പുറത്താക്കിയതല്ലേ, നിങ്ങളെ കുരുക്ഷേത്ര പ്രകാശനം അടിച്ചു പുറത്താക്കിയതല്ലേ. കുരുക്ഷേത്ര പ്രകാശനം എന്ന് പറയുന്ന RSSന്റെ പ്രസിദ്ധീകരണത്തെ അടിച്ചു പുറത്താക്കിയതാ. മാധു നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന് അടിച്ചു പുറത്താക്കിയതിന്റെ കാരണമുണ്ട്. ആ കാരണം ഞാൻ പറയുന്നില്ല, അത് അവര് പറഞ്ഞോട്ടെ. അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് കള്ളന്മാര് തമ്മിലുള്ള പ്രശ്നമാണ്. അത് അവര് തമ്മിൽ തീർത്തോട്ടെ. അത് അവരുടെ പ്രശ്നമാണ്.
ക്ഷേത്ര പ്രകാശിന്റെ പണം എങ്ങനെ നഷ്ടപ്പെട്ടു? എങ്ങനെ അദ്ദേഹത്തെ ഒരു മിനിറ്റ് അല്ലല്ല സന്ദീപാര് അല്ല ശരി, അങ്ങയുടെ വിമർശനം ഉന്നയിച്ചു. ശ്രീ ഷാബു പ്രസാദിന്റെ അവസരമാണ്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഞാനിവിടെ ജോലി ചെയ്യുന്നു, എന്റെ ജോലി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ഭാഷയും കേട്ടല്ലോ. അല്ല അത് ഒരു അതൊരു ചർച്ചയിൽ ഉന്നയിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു ശ്രീ സന്ദീപാര്. അത് അവിടെ അവസാനിക്കണം അല്ലെ? വ്യക്തിപരമായ അങ്ങോട്ട് പറഞ്ഞു പോവുകയല്ല, വീരവാദം പറയരുത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഈ പുലമ്പൽ RSSന്റെ പ്രസിദ്ധീകരണ സ്ഥാപനത്തിന് അടിച്ചു പുറത്താക്കിയ ഒരാള് വീരവാദം പറയരുത്, വീരസ്യം പറയരുത് എന്നേ പറയുന്നുള്ളൂ. ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. വീരവാദവും വീരസ്യവും പറയുന്നത് ഇയാളൊരു പോപ്പല്ല, ഇയാളെ ഒന്നുമല്ല. ഇയാളെ പുറത്താക്കിയതാണ് RSS. ഇയാളെ RSS പ്രസിദ്ധീകരണ സ്ഥാപനം പുറത്താക്കിയതാ, കുരുക്ഷേത്ര പ്രദേശം പുറത്താക്കിയ ആളാണ്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അതിലപ്പുറം ഒന്നുമല്ല, ഇയാളൊന്നുമല്ല. ഇയാൾക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? അവിടെ പുറത്താക്കിയതുകൊണ്ട് എന്താടാ ഇത് രാവിലെ അത് ഒലിപ്പിച്ചു തുടങ്ങിയോ? കുരുക്ഷേത്ര പ്രകാശനം നഷ്ടമനുഭവിച്ച് അതിനെ മുഴുവൻ നഷ്ടത്തിലാക്കി തകർച്ചയിലേക്ക് നയിച്ച അവിടെ പുറത്താക്കപ്പെട്ട ആളാണ്. അന്ന് നിങ്ങളാരാണ് എന്റെ ചോദ്യം ചെയ്യാൻ? നിങ്ങളാരാണ് എന്റെ പശ്ചാത്തലം ചോദ്യം ചെയ്യാൻ? ലോനപ്പാ എന്തേട്ടോ ഉണ്ടോക്കി കാണിക്കരുത്. ഇല്ലേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു കിട്ടും. നിങ്ങൾ എന്താണെന്ന് വിളിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. ടെൻഷൻ ആവണ്ട, നിങ്ങൾക്ക് BP കൂടണ്ട. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. ടെൻഷൻ ആവണ്ട, വെള്ളി വീഴുന്നുണ്ട്, ശബ്ദത്തിൽ വെള്ളി വീഴുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ ആവണ്ട, BP കൂടണ്ട. നിങ്ങൾ മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ ആവണ്ടല്ലേ, BP കൂടണ്ട. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? വെള്ളം കുടിക്കാൻ കൊടുക്കാൻ ടെൻഷൻ മാറണ്ട ഒരു മനുഷ്യന്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. വളരെ വ്യക്തിപരമായി സംസാരിക്കാനോ അല്ലല്ലോ അങ്ങനെ ടാർഗറ്റ് ചെയ്യരുത്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണ്. വെള്ളം കൊടുക്കും, അയാളെ വെള്ളം കൊടുക്കുമ്പോ നിങ്ങൾ എന്നെ ജാതി ഷാബു, നിങ്ങളെ എങ്ങനെ പുറത്താക്കി ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. നിങ്ങൾ ഒരു മാന്യം കളിക്കണം. നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് എനിക്കറിയാം. നിങ്ങൾ എന്നെ പറഞ്ഞതുകൊണ്ടാണ്, നിങ്ങൾ എന്നെ വ്യക്തിപരമായി പറഞ്ഞുകൊണ്ട് തിരിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് നിങ്ങൾ അടിച്ചു, തിരിച്ച് അങ്ങോട്ടും അടിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്നിട്ട് കേട്ടോ, നിങ്ങൾ തിരിച്ചു കൊടുത്തു. നിങ്ങളോട് നിങ്ങളൊന്നുമല്ല. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. നിങ്ങളെ അതിൽ വ്യക്തിപരമായ സവിശേഷതകൾക്കൊന്നും ഒരു പ്രത്യേകതയുമില്ല. ആൾക്കാരും പറ്റും. അയാൾ ഷുഗർ ലെവൽ ആണ് പോകുന്നുണ്ട്, അയാളെ സഹായിക്കും, ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ വെള്ളം കൊടുക്കും, ശബ്ദങ്ങളെ കംപ്ലീറ്റ് വെള്ളി വീണു. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ. ഉളുപ്പുണ്ടടാ ചക്കണക്ക് കണ്ടില്ലേ? മാധു ഇയാളെ മനോരോഗികളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഇയാൾ മനോരോഗിയാണ്. അയാൾ ഇത്രയേ ഉള്ളൂ. തനി മനോരോഗിയാണ്. അങ്ങനല്ലേ നിങ്ങൾ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ജോലി ചെയ്താണോ ജീവിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നു. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.